ഇന്ന് നമ്മൾ പുതിയൊരു സ്പോട്ടിലേക്ക് മീൻ ചൂണ്ടാൻ വന്നേക്കാണ് കേട്ടോ. എന്ത് കിട്ടുമെന്നറിയില്ല, നമുക്ക് ചൂണ്ടയിട്ട് നോക്കാം. ഇട്ട് വെച്ചിട്ട് വരണം. കൊത്തുണ്ടോ? അത് നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പല്ല്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇരട്ട മീനെ പിടിച്ചാൽ നമ്മുടെ അച്ഛനെ കാണാം. രണ്ട് കരിപ്പിടീനെ ഇവിടെ വെറൈറ്റി പ്ലേസ് ആണ് കേട്ടോ. ഇതില് കുറച്ചുണ്ട് മീനുകൾ. ഇതുണ്ട്, ഇതില് ഉണ്ട്. ഒരു മീൻ അങ്ങനെ കിട്ടിയാൽ മതി. പ്ലെയർ ഉണ്ടായാലും ഒഴുങ്ങിണ്ടാവും. കരിപ്പിടിയാണ്. കിട്ടിയടാ പല്ല്. വലിയൊരു മുണ്ടത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്തേക്ക് വരുന്ന. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു വലിയ പിലോപ്പിനെ കിട്ടി. പിലോപ്പിനെ കിട്ടിയിട്ടാ. ഇപ്പൊ ചെറുതായിട്ടാ. നമുക്കിന്ന് കിട്ടിയ മീനുകളാട്ടാ. ഞങ്ങൾ ഇന്ന് ചൂണ്ടാൻ പോയതാട്ടെ. കൂരിക്കൊക്കെ ജീവുണ്ട്. ഒരു കൂരി എത്തും, രണ്ട് കൂരിണ്ട് ഇവിടെ വന്നിട്ട്. ചില്ലാങ്കൂരി. പിന്നെ മറ്റേ കരിപ്പിടിക്കൊക്കെ ജീവുണ്ട്. കരിപ്പിടി രണ്ടെണ്ണൊക്കെയാണ് കിട്ടുണ്ടായിരുന്നത്. വലിപ്പൊന്നുമില്ല. പിന്നെ ഒരു പരലുണ്ടായിരുന്നില്ലേ വലുത്. ഇതാണ് പരല്. എന്താ ഇത്ര വലിയൊരു പരല്? ഇന്നത്തെ പരിപാടികളൊക്കെ കേട്ടോ. അത് വറക്കണം, നമുക്ക് നന്നാക്കി വറക്കണം. ഇതാട്ടാ നമ്മുടെ കൂരി. നീട്ടൊക്കെ ഉണ്ട്. ഇത്ര വലുത് ആദ്യമായിട്ട്. രണ്ടെണ്ണം ഒരേ സൈസ് ഉണ്ട്. അത്യാവശ്യം ചെറുതാ. അപ്പോൾ നന്നാക്കിക്കോ. കൂട്ടനാണെന്ന് അതിന് നന്നാക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നതേ കുട്ടൻ മീൻ പിടിക്കാൻ പോയിട്ട് ചൂട്ടാനാ. അതെ, ഇന്ന് കണ്ട അടിപൊളി മീനുകളായിട്ടാന്ന് കിട്ടിയേക്കണേ. ഇതിന്റെ പേര് ചൂട്ടാനാ. എനിക്കറിയില്ല കേട്ടാ. ഇത് കരിപ്പിടി. ഇത് മുണ്ടത്തിയാ. ഇത് മുണ്ടത്തി, കരിപ്പിടി, തുപ്പലാങ്കുത്തി. ചൂട്ടാൻ, പിലോപ്പി. ഇതേതാ? കൂരി. ഇത് കൂരി. അതും കൂരി തന്നെയല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഈ കൂരി കേട്ടാ. കൊറേ കിട്ടിയിട്ടിന്ന്. അപ്പൊ നമുക്കിത് അടിപൊളിയായിട്ട് വറക്കാം. ഇത് എൻ്റെ കുട്ടിക്കാലത്തുണ്ടല്ലോ കൂടുതലും കൂരിയാണ് കേട്ടാ. ഈ ഞങ്ങൾക്ക് കിട്ടണത് കനാലിന്നാണ്. കനാലില് വെള്ളം പറ്റുമ്പോ ഓരോ കുഴികളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. കൂരിമീനുകൾ. ഇത് എത്ര ഉണ്ടാവുള്ളോ പൊടിമീനുകൾ എല്ലാം ഉണ്ടാവും. അപ്പം അന്നത്തെ കാലം നമുക്കത് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് കൂരിയും ചെറുമീനും എല്ലാം ഉണ്ടാവും ഇവിടെ. അപ്പൊ അത് ഞങ്ങൾ തന്നെ പിടിച്ചുകൊണ്ട്
തോർത്തില്ല കുഴികളിലുണ്ടാവുള്ളൂ. അപ്പൊ കോരി എടുത്ത് തന്നെ പിടിച്ചോണ്ട് വരും. കയ്യോണ്ട് പിടിക്കാനില്ലേ? കൊത്തില്ലേ? ചെറിയ ഇതല്ലേ, കൊത്തില്ല. എന്നിട്ട് ഞാൻ ഉപ്പിട്ട് ഉണക്കിയിട്ട് വറുത്തന. ആ ടേസ്റ്റ് ആയിട്ട് എപ്പോഴും ആവുമ്പോ ആ ടേസ്റ്റ് നമ്മളെ വരുന്നുണ്ട്, ഓർമ്മ വരുന്നുണ്ട്. ഇല്ല, പുതിയൊരു ജോലി കിട്ടി. അപ്പോൾ അതിനൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ പിടിക്കണത് കേട്ടാ. ഒരു ബേക്കറിയിലാണ് പോണത്. രാവിലെ ഒരു 9:15 അവിടെ ചെല്ലണം. വൈകിട്ട് 6:30 വരെ ഉണ്ട്. അടിപൊളി ജോലി കേട്ടാ. എൻജോയ് ചെയ്ത് ഫുൾ പാട്ടായിട്ട് സെറ്റായിട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ ജോലി ചെയ്യണത്. ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളി ജോലിയാണ്. ഹായ് ഹായ്. പിന്നെ മീനാണ് ഇപ്പോൾ. ഇനി ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടാൻ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നല്ല വെയിലായ കാരണം പറ്റില്ല. വൈകുന്നേരം ഒന്നും പോകാൻ പറ്റില്ല. അത് തന്നെയാണ്. വൈകുന്നേരം കിട്ടുള്ളൂ. ഒരു 5-6 മണിയോട് കൂടി കിട്ടും. ഏതാ? കരിപ്പിടിയാ. കരിപ്പിടിക്ക് ശരിക്കും എന്താ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ കേട്ടാ. അത് പറയണ കേട്ടിട്ടുണ്ട് അല്ലേ? തല തിന്നണമെന്നാ പറയണല്ലേ. പക്ഷെ തല കടിച്ച് നമുക്ക് പറ്റില്ല. അത് ഭയങ്കര ഉറപ്പാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയാം കരിപ്പിടിയില്ലേ. അത് പരലല്ലേ? ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണം മായല്ല. പിന്നെ ചേട്ടൻ പാടിയെന്നോ? പാടിയൊരു പാട്ട്, ഒരു പാട്ട്. അതിൻ്റെ 4 പരിപാടിയാ മതി. അമ്മ മാന്ന് പറഞ്ഞു. അപ്പൊ മാന്നാണോ? ചേട്ടൻ പാടും. വെള്ളത്തിലോടണല്ല. ആ പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്തെ പരല് വെള്ളത്തിലോടണല്ലോ. അമ്മന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ. അമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു കേട്ടാ. ആള് മരിച്ചപ്പോ ഭയങ്കര ഒരു വിഷമായിരുന്നു. മോൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കലാഭവമണീനെ. അവൾക്ക് പനിയടക്കം പിടിച്ചിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. മണിയുടെ പാട്ടാ കൂടുതൽ പാടാറുണ്ട്. അങ്ങനെ ഇരിക്കണ ചെറുപ്പത്തിലെ 7 പഠിക്കുമ്പോഴാ. നമ്മളാ 4-ല് 3-ലാണ് ആയിട്ടുള്ള. അതെ, എല്ലായിടത്തേക്ക് വന്നിട്ടില്ല അല്ലേ? 4-ലാണ്ട് സുന്ദരേശൻ ഡോക്ടറെ കൊണ്ടുപോയത്. ഡോക്ടർക്ക് തന്നെ ചിരിയായിരുന്നു. അത്രയും ഇഷ്ടമാണോ? മണിയിൽ ഇഷ്ടമില്ലാത്ത ഒരാരാ? പ്രത്യേക കഴിവിനില്ല മണിക്ക്. ഇപ്പോഴും അവരൊക്കെ ഫോട്ടോ കാണുമ്പോ സങ്കടാട്ടാ. അത് ഒന്നുകൂടി ശരിയാക്കാണ്ടില്ല. അത് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കാണ്ട് കുട്ടന്ന് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനിട്ടൊക്കെ കളർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ചെതമ്പല് കളഞ്ഞ് അങ്ങനെ ഇട്ടൂല്ലേ? അതിനെയാണ് 2 കിടക്കണത്. കുടല് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ അത് കുട്ടന് അമ്മേന്റെ ജോലി ഇഷ്ടായി കൂട്ടാ? എന്താ കുട്ടന്റെ അഭിപ്രായം? എന്താ കാരണം എന്താന്ന് കൂടി പറയും. അവന് എന്നോരൊന്ന് ഐറ്റംസ് കൊടുത്തു കൂട്ടാ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അവന്റെ ജോലി. അതൊന്നുമില്ല, ഒരാഴ്ച കൊടുത്തോളൂ. അതിന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിങ്ങനെ ശീലാക്കി റെഡിയാ. ഒരാഴ്ച കൊണ്ട് മടുക്കും. പൂതിയൊന്നും മാറും. ഇവിടെ കടകളപ്പോ കുറച്ച് നാളൊക്കെ ഇതേമാതിരി തന്നെയായിരുന്നു. ബേക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങൾ കേക്കെല്ലാം ഉണന്നേക്കും. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ എടുത്ത് തിന്നാനൊരു പൊടി ഉണ്ടാവും. പിന്നെ അത് അവിടെ ഇരിക്കും, വേണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. നമ്മള് വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാണ് കേട്ടാ. രാവിലെ ഉണ്ടാക്കിയ ചീരകറി ഉണ്ട്. പിന്നെ പയറും മുളപ്പിച്ച് തോരൻ വെച്ചത്. പിന്നെ നമ്മുടെ മീൻ വറവ് സ്പെഷ്യല്. പിന്നെ ചോറ്
അപ്പൊ നമുക്ക് മീനൊക്കെ കൂട്ടി ചോറുണ്ണാന്ന്. അടിപൊളി മീനാണ് കേട്ടാ. മീനെല്ലാം വറുത്തൂട്ടാ. അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള മീൻ കിട്ടും. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കലാപരിപാടികൾ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ പൊട്ടിക്കും ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോയിൽ പുതിയ ഐറ്റമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.